ബീച്ച് ടു ബെഞ്ച് സർവേയുമായി സമഗ്ര ശിക്ഷ കേരളം തീരദേശത്തെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പടന്ന, കടപ്പുറം, ഒരിയര, 12 എന്നീ പ്രദേശങ്ങളിലെ വീടുകളിൽ BRC പ്രവർത്തകർ നേരിട്ട് ചെന്ന് സർവേ നടത്തി. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. തീരദേശത്തെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസം ലക്ഷ്യമിട്ട് വൈവിധ്യ ബീച്ച് ടു ബെഞ്ച് പദ്ധതിയുമായി സമഗ്ര ശിക്ഷ കേരളം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തീരദേശത്തെ പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെയും സന്തോഷകരവുമായ അന്തരീക്ഷത്തിലും പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അന്തരീക്ഷമൊരുക്കുകയാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഇവിടങ്ങളിൽ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ തിരിച്ചറിയുവാനായി സാമ്പിൾ സർവേയും ആരംഭിച്ചു. പടന്ന, കടപ്പുറം, ഒരിയര, 12 എന്നീ പ്രദേശങ്ങളിലെ വീടുകളിൽ BRC പ്രവർത്തകർ നേരിട്ട് ചെന്നാണ് സർവേ നടത്തിയത്. ജീവിത നൈപുണി ശില്പശാല, ബോധവൽക്കരണം, കരാട്ടെ, കളരി, തൈക്കൊണ്ടോ തുടങ്ങിയ പരിശീലനങ്ങളും ശില്പശാലകളും പദ്ധതിയുടെ ഭാഗമായി നടക്കും. വലിയ പറമ്പ് മാവില കടപ്പുറം ഒരിയരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാലത്ത് ബെഞ്ചിലിരുന്ന് പഠിച്ചു വന്നവരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള പഴയ തലമുറ എന്ന് ഓർമ്മപ്പെടുത്തുക എന്നതിനപ്പുറം അന്ന് ഈ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന കാലത്തൊന്നും നമ്മളെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ കൂടി നമുക്ക് ഈ ബീച്ച് ടു ബെഞ്ചിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതൊരാളെയും പഠനത്തിൽ പുറകോട്ട് നിൽക്കുമ്പോൾ അവരെ കൈപിടിക്കാൻ ഏതെങ്കിലും ഒരു കരസ്പർശം ഉണ്ടാകുമ്പോൾ അവർ വെച്ചടി ഉയർച്ചയിലേക്ക് പോകും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K മനോഹരൻ, ഖാദർ പാണ്ഡ്യാല, വാർഡ് മെമ്പർമാരായ M അബ്ദുൽ സലാം, V മധു, KU സതീശൻ മാസ്റ്റർ, C സാവിത്രി, K സുധാകരൻ, രചന P എന്നിവർ സംസാരിച്ചു. BPC VV സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരിച്ചു. ചെറുവത്തൂർ BRCയിലെ കോർഡിനേറ്റർമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.